കയ്യെത്തിത്തൊടാൻ പറ്റുന്ന എന്തൊക്കെയോ ജീവിതത്തിലുണ്ട് എന്ന തോന്നലിലാണ് ജീവിതം പഠിക്കാൻ തുടങ്ങുന്നത്. ആരംഭിക്കാം. ഇത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിന്റെ പടനായകൻ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. കാലവും സമയവും ചില പേരുകൾക്ക് കാരണമാകാറുണ്ട്. 10 മണിക്ക് വിരിയുന്ന 10 മണിപ്പൂക്കളും 4 മണിപ്പൂക്കളും ഒക്കെയുണ്ട് നമ്മുടെ അറിവിൽ. വസന്തകാലത്ത് സ്പ്രിങ്ങിൽ ബ്ലൂം ചെയ്യുന്ന വടക്കൻ അമേരിക്കയിലെ മെയ് മാസ പൂക്കൾക്ക് മെയ് ഫ്ലവർ എന്നാണ് പേര്. പിന്നീട് ലോകസഞ്ചാര ചരിത്രത്തിൻ്റെ ഏറ്റവും മികച്ച സ്വർണ്ണ നിറത്തിൽ എഴുതപ്പെട്ട നൗകയുടെ പേരും മെയ് ഫ്ലവർ എന്നായത് സ്വാഭാവികമോ യാദൃച്ഛികമോ? സ്വാഗതം ഈ മെയ് മാസ രാത്രിയിൽ വിജ്ഞാനത്തിൻ്റെ ഈ വസന്തകാലത്തിലേക്ക്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല. ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മിടുക്കനായ മത്സരാർത്ഥി കുറവിലങ്ങാടുകാരനാണ്. 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ആ കുട്ടി സംസ്ഥാനതലത്തിൽ ക്വിസ് മത്സരങ്ങളിൽ സമ്മാനം നേടി. നന്നായി പാട്ടുപാടും, കവിത ചൊല്ലും, ഉപകരണ സംഗീതത്തിലും പ്രാഗൽഭ്യമുണ്ട്. അശ്വമേധത്തിൻ്റെ പ്രേക്ഷകനാണ്. ഒപ്പം ഈ ദിവസം തൻ്റെ അറിവും പ്രതിഭയും ഈ വേദിയിൽ പ്രകടിപ്പിക്കുവാനെത്തുന്ന പ്രിയങ്കരനായ ജൊഹാൻ ജോസഫ് എന്ന മിടുക്കനായ കുട്ടിയെ സ്വാഗതം ചെയ്യാം. ജൊഹാൻ, വാക്കിൻ. ഹായ് ജൊഹാൻ. കുറവിലങ്ങാട് ദേവമാതാ കോളേജ് എന്നൊരു കോളേജുണ്ട്. അവിടെ പഠിച്ചിരുന്ന ഒരു ബോബി പോൾ ഉണ്ടായിരുന്നു, മരിച്ചുപോയി കുട്ടിക്കാലത്ത്. മികച്ച പ്രസംഗകനായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്തുള്ള. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞങ്ങള് ഫാമിലി മുണ്ടക്കയമാണ്. മുണ്ടക്കയം സൈഡിലാണ്. ഇവിടെ ഞങ്ങൾ അമ്മ നേഴ്സാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് കോട്ടയത്തിലെ നേഴ്സാണ്. കോവിഡ് ടൈമിലൊക്കെ പത്തനംതിട്ടയിൽ നിന്നുള്ള രോഗികളൊക്കെ ശുശ്രൂഷ ക്രൂ മെമ്പറാണ്. അപ്പം അത്രയും ദൂരം യാത്ര ഉണ്ടായിരുന്നു. മുണ്ടക്കയം തൊട്ട് ഇവിടെ മെഡിക്കൽ കോളേജ് വരെ യാത്ര ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു 3 വർഷമായിട്ട് ഇവിടെ കുറവിലങ്ങാട് സെറ്റിൽഡായി. അപ്പം ഇപ്പം നിലവിൽ പപ്പ, മമ്മി, പിന്നെ 2 അനിയത്തിമാരും ഞാനും. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പ ക്ലർക്കാണ്. ഇവിടെ കുറവിലങ്ങാട് രജിസ്റ്റർ ഓഫീസിലെ ക്ലർക്കാണ്. ഗവൺമെന്റ് സർവീസ്. ആ, ഗവൺമെന്റ് സർവീസ്. ജൊഹാൻ ഇനി 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിലേക്ക്. നമുക്കൊരു പാട്ട് കേട്ട് തുടങ്ങാം. നല്ല ഉടുപ്പാ കേട്ടോ. താങ്ക് യു സർ. ഒരു പാട്ട്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂ മാനമായി, നിൻ രാഗമോ പൂ പാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. അപ്പോൾ പാട്ട്, കവിത, പിന്നെ ക്വിസ് മത്സരങ്ങൾ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അശ്വമേധം കാണാറുണ്ട്? ഉണ്ട്. മൊബൈലിലാണോ കാണുന്നത്, ടിവിയിലാണോ കാണുന്നത്? ടിവിയിൽ. വീട്ടിലെല്ലാവരും കാണാറുണ്ട്? ഇഷ്ടമാണ്? ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ സ്ഥിരമായി കാണുക. ആദ്യ സോണിനെ കുറിച്ച് അറിയാം, വിശദീകരണം വേണ്ട. ജൊഹാൻ എന്ന ഈ കൊച്ചുമിടുക്കനാണ് ഗ്രാൻഡ് മാസ്റ്റർ ഈ മേഖലയിൽ. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ജൊഹാൻ ഒരാളിനെ ഒന്നും കണ്ടുപിടിക്കണ്ട, ഒരു വാക്ക് കണ്ടുപിടിച്ചാൽ മതി. സൂചനകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സൂചന ലാസ്ലോ ബിറോ ലാസ്ലോ ജോസഫ്. സ്വാഭാവികമായി നമ്മൾ ലാസ്ലോ ബിറോ എന്നാണ് പറയാറുള്ളത്.
മറ്റേത് അയാളുടെ പൂർണ്ണമായ പേരാണ്, അതിൻ്റെ ആവശ്യമില്ല. ലാസിലോ ബിറോ. എന്തെങ്കിലും ഐഡിയ? വാക്കാണ് ആ ബന്ധപ്പെട്ട വാക്ക്. ഇല്ല. ഞാൻ വിചാരിച്ചു ക്വിസ് മത്സരങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് പറയും എന്ന് വിചാരിച്ചു. നോക്കാം, നമുക്ക് അടുത്ത സൂചനയിലേക്ക് പോകാം. ഡോൺ വറി. ഫൾഗോർ നൊക്ടേണസ് ബൈ ടിബാൽഡി. അതിൻ്റെ വില മില്യൻസ് ആണ്, മില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒന്നിൻ്റെ പേരാണ്. മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം. ജോഹാൻ കണ്ടെത്തേണ്ട വാക്കിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് ഇതിൽ നിന്നായി. നാലാമത്തെ സൂചന അതിൽ പറയാൻ പറ്റും. ജോഹാൻ ഉപയോഗിക്കുന്ന വാക്ക് സജ്ജമാകുന്നത് ഇതാ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ പ്രോഡക്റ്റ് കൂടി ഉപയോഗിക്കുമ്പോഴാണ്. ഡയാമിൻ, ന്യൂട്ട്ലർ, കാർലിൻ, പെലിക്കൺ, ഹെർബിൻ, ഷെൽപാർക്ക്. വേറെയും കമ്പനികളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളാണ് എഴുതിയത്. അവസാന സൂചനയിലേക്ക് പോകാം. ആദ്യ സൂചനയിൽ കണ്ട ആളിനെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കും. ഒന്നാമത്തെ സൂചന ലാസിലോ ബിറോ. ലാസിലോ ബിറോ ഈ വാക്കുമായി ബന്ധപ്പെട്ട് പ്രശസ്തനായത് ഈ വാക്കിൻ്റെ ഒരു പ്രത്യേക രൂപം കണ്ടുപിടിച്ചത് ഇദ്ദേഹമായതുകൊണ്ടാണ്. എന്നാൽ ഈ വാക്കിൻ്റെ ആദ്യ രൂപം കണ്ടുപിടിച്ചതായി ലോകം അംഗീകരിക്കുന്നത് കുട്ടിക്കാലം മുതൽ നമുക്കെല്ലാം പരിചയമുള്ള ആ പേര് ഇതാ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് വാട്ടർമാൻ എന്നാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് മോൻ. ക്ലാസ്സിലാകട്ടെ, തിരിച്ച് വീട്ടിൽ വന്നിട്ടാകട്ടെ, ഹോംവർക്ക് ചെയ്യാനാകട്ടെ, നോട്ട് എഴുതാനാകട്ടെ. പേന അല്ലേ? പെൻ, ശരിയാണ്. ബോൾ പോയിന്റ് പേന കണ്ടുപിടിച്ച ആളിനെയാണ് ഞാൻ ആദ്യം കാണിച്ചത്. രണ്ടാമത്തേത് ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേനയാണ്. ആ പേനയുടെ ചിത്രം കാണണോ? കാണാം. ആ പേനയുടെ ചിത്രം ഒന്ന് കാണിക്കൂ. ദിസ് ഈസ് ദ കോസ്റ്റ്ലിയസ്റ്റ് പെൻ ഇൻ ദ വേൾഡ്. മില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ്. 8 ലക്ഷം മില്യൺ എന്നാണ് എൻ്റെ ഓർമ്മ. അതാകുമ്പോൾ കോടികൾ ആണ് വില. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേനയാണത്. അപ്പോൾ പേന, എന്തായാലും ഒരു പുതിയ കാര്യങ്ങൾ പഠിച്ചു പേനയെക്കുറിച്ച്. ഓൾ ദ ബെസ്റ്റ്. അനീഷ വരും. ഈ കാർഡ് കൊടുത്തതിന് ശേഷം ഒരു കവിത എഴുതി. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിന് മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളലിഞ്ഞും, ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളലിഞ്ഞും, ചിലയുമമ്പും നീട്ടീര തിരഞ്ഞു ഭാണ്ഡമൊലിവാർന്ന ചുടുവിയ പാൽ പൊതിഞ്ഞും, മല കയറുമീ നമ്മളൊരു വേള ഒരു കാതമേയുള്ളൂ മുകളിലെത്താൻ. ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്ക ഇപ്പാപശില നീ അമർത്തിച്ച വിട്ട്. കരളലിഞ്ഞും അല്ല കേട്ടോ, കാട്ടുചെടിയുടെ കരളലിഞ്ഞും ആണ്. ശരി, ഇതെഴുതിയ ആരാണെന്നറിയോ? മധുസൂദനൻ നായർ സാർ എഴുതിയ കവിതയാണ് അഗസ്ത്യ ഹൃദയം അല്ലേ? ശരി. ശ്രീ ജോ ആന്റണി, പ്രിയപ്പെട്ട ജോഹാൻ വിചാരിച്ച പേര് അപ്രൂവ്ഡ് ആണ്? അപ്രൂവ്ഡ്. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. ജോഹാൻ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അല്ല. അല്ല.
ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. പുരുഷൻ? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. 1950 ശേഷം മരണം? അല്ല. സാധാരണഗതിയിൽ മരണം? അതെ. 1900 ശേഷം? അല്ല. അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? പ്രസന്റ് യൂറോപ്യൻ ആണ്. ആഫ്രിക്കൻ യെസ്. അപ്പോൾ യൂറോപ്പും ആഫ്രിക്കയും ഒക്കെ ചേരുന്നതാണെന്നാണ് ഉദ്ദേശിച്ചത്? യെസ്. മതപരം, ആധ്യാത്മികം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. 1500 ശേഷമാണോ മരണം? അല്ല. ഫിലോസഫി? അല്ല. ബ്രാഞ്ച് ഓഫ് സയൻസ്? ഏതെങ്കിലും ശാസ്ത്രം? സയൻസ്. സയൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസസ് അടക്കം വിജ്ഞാന ശാഖകൾ ഏതെങ്കിലും ആണോ? അതെ. അതിന് മാത്തമാറ്റിക്സുമായോ മെഡിക്കൽ സയൻസുമായോ ആണോ പ്രധാന ബന്ധം? അല്ല. ഈ യൂറോപ്യൻ വംശജനാണോ അദ്ദേഹം? അല്ല. അല്ല. വംശീയമായ ആൾ ഈജിപ്ഷ്യനാണോ? അല്ല. സംഗീതമൊക്കെ പഠിച്ചു, കവിതയെല്ലാം പഠിച്ചു. ആരാ പാട്ട് പഠിപ്പിച്ചതൊക്കെ? മഞ്ജുനാഥ് സാറ്, ജയവിജയന്മാരുടെ. മഞ്ജുനാഥ് ബി ജയ്. മഞ്ജുനാഥ് സാറും സാറിൻ്റെ ഭാര്യയാണ് മെയിൻലി ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഗിരിജ എന്ന് പറഞ്ഞ ടീച്ചറാണ്. പിന്നെ ഞാൻ ഹാർമോണിയം വായിക്കും, കീബോർഡ്, മെലോഡിക്ക് അതുപോലത്തെ. മഞ്ജുനാഥ് അശ്വമേധത്തിൽ പങ്കെടുത്തിരുന്നു. യെസ്. ഹാർമോണിയം വായിക്കാൻ പഠിപ്പിക്കുന്നത് അന്നക്കുട്ടി എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. അവിടെ ഞങ്ങളുടെ കുറവലങ്ങാട് തന്നെയുള്ള ഒരു ടീച്ചർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇതിനിടയിൽ 16 ചോദ്യങ്ങൾ കഴിഞ്ഞു. രാജസൂയം. AD 1000 ശേഷമാണോ മരണം? അതെ. ആണ്. അയാൾ ജീവിച്ചിരുന്ന പ്രദേശം ഇന്നത്തെ ഗ്രീസിലാണോ? അല്ല. അസ്ട്രോളജി, അസ്ട്രോണമി ഇതിലൊന്നാണോ? അസ്ട്രോളജി, അസ്ട്രോണമി അല്ല. ജിയോ സയൻസസ് ആണോ? ഭൗമശാസ്ത്രങ്ങൾ ഏതെങ്കിലും ആണോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്താ? ജിയോളജിക്കൽ സയൻസസ്, ജിയോഗ്രാഫിക്കൽ സയൻസസ്, ഭൗമശാസ്ത്രങ്ങൾ. അതെ. അവസാന ചോദ്യം. അതൊരു സമുദ്രശാസ്ത്രവുമായാണോ കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത്? അല്ല. അല്ല. പറയൂ. മുഹമ്മദ് അൽ ഇദ്രീസി. കേട്ടില്ല. മുഹമ്മദ് അൽ ഇദ്രീസി. കാർട്ടോഗ്രാഫർ. യെസ്. അത് കൊള്ളാം. അതിലൊരു വലിയൊരു തമാശയുണ്ട്. ഈ അശ്വമേധം എന്ന് പറയുന്ന ഈ കളി തുടങ്ങിയത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഇത് തുടങ്ങാൻ കാരണം അന്ന് സ്കൂളിൽ ജിയോഗ്രഫി പഠിക്കുമ്പോൾ മാപ്പ് പ്രൊജക്ഷൻസ് ഉണ്ട്. മെർക്കാറ്റർ, ബോൺ, അസിമുത്വൽ മുതലായ ഭൂപ്രക്ഷേപങ്ങൾ. മെർക്കാറ്റർ, ബോൺ, അസിമുത്വൽ. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അന്ന് വരുന്ന ചോദ്യങ്ങളാണ്. എസ്സേയിലാണെങ്കിൽ ഈ പ്രൊജക്ഷൻസിനെ കുറിച്ച് വരും. പക്ഷെ അല്ലാതെ ഒരു 3 ഗുണങ്ങൾ തന്നിട്ട് ഇത് ഏത് മാപ്പ് പ്രൊജക്ഷൻ വഴിയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളൊരു ടേബിൾ തയ്യാറാക്കും. ഈ ഓരോ മാപ്പ് പ്രൊജക്ഷൻസും കൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മണ്ണിൻ്റെ ഘടന, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് 6 7 ഘടകങ്ങൾ ഒന്നിന് കാണും, മറ്റൊന്നിനും അതുപോലെ. അപ്പോൾ ഈ പട്ടികയിൽ ഒന്നാമത്തെ പട്ടികയിൽ 2ഉം 3ഉം 6ഉം ഉണ്ട് എങ്കിൽ അത് മെർക്കാറ്റർ ആകും. 7ഉം 8ഉമാണ് യെസ് എന്ന് വരികയാണെങ്കിൽ അത് ബോൺ ആകാം, അസിമുത്തലാകാം ചിലതാണെങ്കിൽ എന്ന് പറയുന്ന ഒരു അനാലിറ്റിക്കൽ കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ ആധുനിക കാർട്ടോഗ്രാഫിയുടെ പിതാവ് എന്ന് പറയുന്നത് മെർക്കാറ്ററാണ്. ആദ്യമായി ലോകത്തിൽ നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമായി കാർട്ടോഗ്രാഫിയെ കാണുന്നത് മെർക്കാറ്ററിൻ്റെ മാപ്പുകളിലൂടെയാണ്.
പക്ഷെ ചരിത്രത്തിൽ ആദ്യത്തെ മാപ്പ് ഉണ്ടാക്കിയെന്ന് പറയാവുന്ന മനുഷ്യൻ, ആദ്യത്തെ കാർട്ടോഗ്രാഫർ എന്ന് പറയാവുന്ന മനുഷ്യൻ ഇദ്രിസിയാണ്. ഇദ്രിസിൻ്റെ നാഷണാലിറ്റി എങ്ങനെയാണ്? അതിനകത്ത് എന്തായിരുന്നു ഒരു ഈ യൂറോപ്യൻ ആഫ്രിക്കൻ എന്താ പറഞ്ഞത്? സ്പെയിൻ പ്രസന്റ് ഡേ സ്യൂട്ടാന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നും സ്പാനിഷ് അല്ലേ അത്? അല്ല, അതൊരു ഓട്ടോണമസ് സിറ്റി അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ ഇന്നത് യൂറോപ്യൻ യൂണിയനിലൊരു സ്പെഷ്യൽ മെമ്പറാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് കിടക്കുന്നത് അൾജീരിയയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന. ഞാൻ അൾജീരിയ ആണെന്നാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യം അൾജീരിയയാണ്. അൾജീരിയൻ ആഫ്രിക്കൻ യൂറോപ്യൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കാരണം എന്താണ്? ആരാണ് ഒരു അൾജീരിയൻ പ്രശസ്തനായ ഒരു അൾജീരിയൻ ഫ്രഞ്ച് മനുഷ്യന്റെ പേര് പറയൂ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോളർ സിനദിൻ സിദാൻ. അദ്ദേഹത്തിന്റെ നാട് അൾജീരിയയാണ്, ഫ്രഞ്ച് സിറ്റിസനാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അൾജീരിയ മനസ്സിൽ വന്നു. അപ്പോൾ അൾജീരിയ അല്ല. പിന്നെ മെഡിക്കൽ ഡിക്ഷണറിയുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. മെഡിക്കൽ ഡിക്ഷണറി ആയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇദ്രിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ മെയിൻലി അത് മെഡിക്കൽ ഈ പല അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഹെർബ്സിന് ലോകത്തിലെ ആദ്യത്തെ മാപ്പ്. അതെ, അതാണ് പ്രോമിനന്റ്, ദ മോസ്റ്റ് പ്രോമിനന്റ്. നമ്മൾ അൽ-ഇദ്രിസിയെ പഠിക്കുന്നത് ഫസ്റ്റ് കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ആ ചോദ്യം ഇല്ലാത്ത കാർട്ടോഗ്രാഫർ ആയിരുന്നു. ഔദ്യോഗികമായി ലോകം ഫോളോ ചെയ്യുന്ന കാർട്ടോഗ്രാഫർ മെർക്കാറ്റർ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് അദ്രിസിയുടെ മാപ്പ് ഉണ്ടാകുന്നത്. ലോകത്തിന്റെ മാപ്പ് തലതിരിച്ചുള്ള സാധനമാണ്, തലതിരിച്ച മാപ്പാണ്. മുഹമ്മദ് അൽ ഇദ്രീസി, അറബ് മുസ്ലിം ഭൂമിശാസ്ത്രജ്ഞൻ, കാർട്ടോഗ്രാഫർ, ഈജിപ്തോളജിസ്റ്റ്. മൊറോക്കോയിലെ സെയൂറ്റയിൽ ജനിച്ച ഇദ്ദേഹം കോർഡോബ സർവകലാശാലയിൽ പഠനം നടത്തി. 1154 സിസിലിയിലെ നോർമൻ രാജാവിന്റെ ആജ്ഞപ്രകാരം ടബുല റോജേരിയാന എന്ന മധ്യകാല ലോകത്തെ ഏറ്റവും വിപുലമായ ഭൂപടം സൃഷ്ടിച്ചു. യൂറോപ്പ്, റഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളെ വിശദമായി ചിത്രീകരിച്ച അറബി ലിപിയിൽ വിവരണങ്ങൾ ചേർത്ത ഭൂപടമായിരുന്നു അത്. കിതാബ് നുസ്ഖത്ത് അൽ മുഷ്താഖ് ഇഖ്തിറാഖിൽ അഫാഖ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരുന്ന ഭൂമിശാസ്ത്ര വിവരങ്ങളും 70 ഭൂപടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 നൂറ്റാണ്ടുകളോളം ഭൂമിശാസ്ത്രജ്ഞർക്ക് മാർഗനിർദ്ദേശമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭൂപടങ്ങൾ. ഇബ്നു ഖൽദൂൻ, ഇബ്നു ബത്തൂത്ത, വാസ്കോ ഡ ഗാമ, ക്രിസ്റ്റഫർ കൊളംബസ് തുടങ്ങിയവരെ സ്വാധീനിക്കും വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരിജ്ഞാനം. വെരി ഗുഡ്. അപ്പോൾ ഇനി ഒരു പാട്ട് പാടാം. ഒരു പാട്ട് വേണം. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കണം. എന്ത് വായിക്കും? കാറ്റാടി തണലം എന്ന് പറഞ്ഞ സോങ് വായിക്കണം. എന്ത് ഇൻസ്ട്രുമെന്റിൽ? മെലോഡിക്ക. മെലോഡിക്ക ഇൻസ്ട്രുമെന്റ് പേര്. അനിഷ വരും. കൺഗ്രാറ്റുലേഷൻസ് മോനെ. കൈയൊക്കെ തണുത്തിരിക്കുന്നല്ലോടാ. ഇരിക്കുക. അപ്പൊ ആദ്യം ഒരു പാട്ട് 4 വരി മതി. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യ രാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. ജൊഹാനിനി ഈ വേദിയിൽ മെലോഡിക്കയിൽ കാറ്റാടിത്തണലിൽ എന്ന ഗാനം പ്ലേ ചെയ്യും അല്ലേ? മിടുക്കനായ ജൊഹാന്റെ മനസ്സിൽ ലോകത്തിൻ്റെ ചിത്രം ആദ്യമായി തലകീഴായെങ്കിലും സൃഷ്ടിച്ച പ്രതിഭാശാലിയാണ്. ലോകം അങ്ങനെ എത്ര പേരുടെ വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങളിലൂടെ, അറ്റംപ്റ്റുകളിലൂടെയാണ് വികസിച്ചതും വളർന്നതും. ഡോണ്ട് ഗോ എവേ, പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. നമുക്ക് കേൾക്കാം ജൊഹാന്റെ മെലോഡിക്കയിലെ പെർഫോമൻസ്.